കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാക്കളിൽ ഒരാളും വികസന നായകരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളുമായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം നാടെങ്ങും ആചരിച്ചു. കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ ദിനാചരണം എല്ലായിടങ്ങളിലും നടന്നു. കായംകുളം നോർത്ത്, സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കാരുണ്യസ്പർശം എന്ന പേരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും അനുസ്മരണ സമ്മേളനവും ഇതിന്റെ ഭാഗമായി നടത്തി. അനുസ്മരണ സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്ന് MP പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ജനപ്രിയ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ, വികസന നായകനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളുമായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കായംകുളം നോർത്ത്, സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കാരുണ്യസ്പർശം എന്ന പേരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും അനുസ്മരണ സമ്മേളനവും ഇതിന്റെ ഭാഗമായി. അനുസ്മരണ സമ്മേളനം AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്ന് MP പറഞ്ഞു. കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് ജനങ്ങളെ അകറ്റി നിർത്തുകയല്ല, അടുത്തുപിടിച്ച് ചേർത്ത് നിർത്തി അവരോട് ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് ഉമ്മൻചാണ്ടി നൽകുന്ന മാതൃകയെന്നും MP പറഞ്ഞു. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും എക്കാലത്തും ഉയർത്തിപ്പിടിക്കേണ്ട മാനുഷിക മൂല്യങ്ങളുടെ ആൾരൂപമാണ് ഉമ്മൻചാണ്ടി എന്നും KC വേണുഗോപാൽ MP അനുസ്മരിച്ചു. ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുവരുന്ന യാത്ര ഞാനിപ്പോൾ അത് തന്നെയാണ് കോട്ടയത്തും പറഞ്ഞത്. രണ്ട് വശത്തും കണ്ണുനീരുമായി നിൽക്കുന്ന ജനാവലി, അവരുടെയൊക്കെ ജീവിതവുമായി അദ്ദേഹം എങ്ങനെയോ ബന്ധപ്പെട്ട് കിടന്നിരുന്നു. ഒരു ഭരണാധികാരി, ഇപ്പം ഞാൻ MP ആണ്, നിങ്ങളെന്നെ തിരഞ്ഞെടുത്തിട്ടാണ് MP ആയത്. കായംകുളത്തുകാരടക്കം ഭൂരിപക്ഷം നൽകിയിട്ടാണ് ഞാൻ പാർലമെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ പാർലമെൻറ്റ് മെമ്പർ എന്ന് പറഞ്ഞ കസേരയിലിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ ഈ കസേര സിംഹാസനമാക്കി എൻ്റെ അധികാരവും പദവിയും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാനും എൻ്റെ സൗഭാഗ്യങ്ങൾ മാത്രമാക്കി അതിനെ മാറ്റാനും തീരുമാനിച്ചാൽ ഞാൻ മരിച്ചാൽ എന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കത്തുപോലുമില്ല. സത്യം പറയാം, അധികാരം ഇരിക്കുന്നിടത്തോളം കാലം തൊഴും. പക്ഷേ എൻ്റെ ഈ കിട്ടിയിരിക്കുന്ന, നിങ്ങൾ നൽകിയിരിക്കുന്ന, ജനം നൽകിയിരിക്കുന്ന അംഗീകാരവും അധികാരവും തിരിച്ച് ജനങ്ങളുടെ പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഇടപെടാൻ ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ, കടക്കുപുറത്ത് എന്ന് പറയാതെ അകത്തേക്ക് കടന്നു വരൂ എന്ന് പറയാൻ അങ്ങനെ തയ്യാറാവുന്ന ആളുകളായി നോക്കിക്കോ, നിങ്ങളെ ഓർമ്മിക്കാൻ ആളുണ്ടാവും. ഇത് ഉമ്മൻചാണ്ടിയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൻ പുറത്ത് പോലും നിങ്ങൾക്ക് കാണാം. ജനങ്ങളുമായി ഇടപെടുന്നവർ, സ്നേഹിച്ച് നിൽക്കുന്നവരോടുള്ള അവരുടെ സ്നേഹം. അപ്പോൾ ഞാൻ ആകെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. അഭിവന്ദനായ തിരുമേനി ഇരിക്കുന്നുണ്ട് ഇവിടെ. ഹൈന്ദവ വിശ്വാസത്തിൻ്റെയും ഇസ്ലാം വിശ്വാസത്തിൻ്റെയും പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരിരിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യരെ എങ്ങനെ ജാതി പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ പറ്റുമെന്ന് ആളുകൾ നോക്കുന്നൊരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. നല്ലത് ചെയ്തു കൊടുക്കണ്ട, ജോലി കൊടുക്കണ്ട, അവൻ്റെ പട്ടിണി മാറ്റാനുള്ള ഭക്ഷണം കൊടുക്കണ്ട, ആഹാരം കൊടുക്കണ്ട, ആഹാരമായിട്ട് വിദ്വേഷം കൊടുത്താൽ മതി, വിളമ്പിയാൽ മതി. അത്തരം വിദ്വേഷം വിളമ്പുന്നവർക്കുള്ള തക്കതായ മറുപടിയാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതം എന്ന് പറയാൻ. ജാതി നോക്കാതെ, മതം നോക്കാതെ, പാർട്ടി നോക്കാതെ തനിക്ക് കിട്ടുന്ന അധികാരങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള പരമാവധി പരിശ്രമം നടത്തിയ ഒരു നേതാവ് എന്ന നിലയിലാണ്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കെല്ലാം പറയാനുണ്ട്. കായംകുളത്തുകാർക്ക് പറയാനുണ്ട്, ഈ ഇരിക്കുന്നവർക്ക് പറയാനുണ്ടാവും വ്യക്തിപരമായിട്ട്. അപ്പോൾ അത്തരം നമ്മൾ കോൺഗ്രസ്സുകാർ എടുക്കേണ്ട പ്രതിജ്ഞ, ഇത് കോൺഗ്രസിൻ്റെ കൂടി സമ്മേളനമായതുകൊണ്ട് എടുക്കേണ്ട പ്രതിജ്ഞ, നമുക്കൊന്നും ഉമ്മൻചാണ്ടിമാരാകാൻ കഴിയില്ല. അതൊരു അപൂർവ ജന്മമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പക്ഷേ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ, നമ്മുടെയൊക്കെ മേഖലകളിൽ നമ്മളെ തേടിയെത്തുന്ന നിവേദനങ്ങളുമായി, പരിദേവനങ്ങളുമായി, സങ്കടങ്ങളുമായി വരുന്ന ആളുകളെ, അവരുടെ പറയുന്ന ആവലാതികൾ കേൾക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം പരിഹരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, അതെല്ലാം കേൾക്കാനും അവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാനും അവരെ മനസ്സിൽ ഏറ്റി നടക്കാനും കഴിഞ്ഞാൽ അതിനപ്പുറം വലിയൊരു സർട്ടിഫിക്കറ്റ് ഒരു പൊതുപ്രവർത്തകനും കിട്ടാനില്ല എന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ട പാഠമാണ് ഉമ്മൻചാണ്ടിയിൽ നിന്ന്. ഉമ്മൻചാണ്ടി സ്മാരക ബെസ്റ്റ് എക്സലൻസി അവാർഡ് ത്രിപുര ജില്ലാ കളക്ടർ സൈജു ഹമീദിനു വേണ്ടി പിതാവ് KC വേണുഗോപാൽ MPയിൽ നിന്നും ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു. ചീഫ് കോർഡിനേറ്റർ കറ്റാനം ഷാജി, കൺവീനർ T സൈൻലാബ്ദീൻ, PC വിഷ്ണുനാഥൻ MLA,
എബ്രഹാം മാർ എപ്പിഫാനിയോസ്, അബ്ദുൾ ഷുക്കൂർ മൗലവി, ശിവബോധാനന്ദ സ്വാമികൾ, പള്ളിക്കൽ സുനിൽ, കെ.പി. ശ്രീകുമാർ, ജോൺസൺ എബ്രഹാം, എൻ രവി, യു മുഹമ്മദ്, എ.പി. ഷാജഹാൻ, എ.എം. കബീർ, അഫ്സൽ പ്ലാമൂട്ടിൽ എന്നിവർ സംസാരിച്ചു. തപാലിൽ ഒരു കുറി അയച്ച ഒരു മനുഷ്യന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ 1.5 മണിക്കൂർ ചുറ്റിത്തിരിഞ്ഞ് ഒടുവിൽ ആ കല്യാണ സ്ഥലത്ത് ചെന്ന് ആ കല്യാണത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഞാൻ പറയാൻ കാര്യം, അദ്ദേഹത്തിന് മന്ത്രി ജയലക്ഷ്മിയുടെ കല്യാണവും തപാലിൽ കല്യാണക്കുറി അയച്ച മനുഷ്യൻ്റെ മകളുടെ കല്യാണവും ഉമ്മൻചാണ്ടിക്ക് ഒരുപോലെയാണ്. ഒരുപക്ഷെ മന്ത്രി ജയലക്ഷ്മിയുടെ കല്യാണത്തെക്കാൾ കൂടുതൽ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് ഈ പാവപ്പെട്ടവൻ കോട്ടയത്ത് എപ്പോഴോ 1-2 തവണ കണ്ട് പരിചയത്തിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രതീക്ഷയൊന്നും കാണത്തില്ല, ഒരു കുറി അയച്ചപ്പോൾ ഉമ്മൻചാണ്ടി ഈ കല്യാണത്തിന് വരുമെന്നൊന്നും. പക്ഷേ അതായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ. അതാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മളെല്ലാം പഠിച്ചത്. ഞാൻ ദീർഘമായി അഭിനന്ദനായ തിരുമേനിയും മറ്റ് നേതാക്കന്മാരും എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഉമ്മൻചാണ്ടി ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ആനുകൂല്യ വിതരണക്കാരൻ മാത്രമായിരുന്നില്ല. കേരളം കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പദ്ധതികളൊന്നും കടലാസിൽ മാത്രം ഒതുങ്ങിയ പദ്ധതികളായിരുന്നില്ല. അത് വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും, അത് കൊച്ചി മെട്രോ ആണെങ്കിലും, കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും, കോന്നി മെഡിക്കൽ കോളേജ് ആണെങ്കിലും, പാലക്കാട്ടെ പട്ടികജാതി മെഡിക്കൽ കോളേജ് ആണെങ്കിലും അതൊന്നും കടലാസിലെ പദ്ധതികളായിരുന്നില്ല. അത് നടപ്പിലായ വികസന യാഥാർത്ഥ്യങ്ങളായിരുന്നു എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ത്രിപുര കളക്ടറുടെ അനുഭവമൊക്കെ നവമാധ്യമങ്ങളിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ കൂടിയും എല്ലാം കാരുണ്യസ്പർശം എന്ന പേരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും കായംകുളം കാദിശ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ഡോക്ടർ ഉമ്മൻസ് ഐ ആശുപത്രി എന്നീ ആശുപത്രികളുടെയും സേവനം മെഡിക്കൽ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. CDNet ന്യൂസ്, കായംകുളം.